ഹലോ, കുറച്ച് ദിവസമായല്ലോ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ചെയ്തിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് കഴിച്ചതെന്നും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മൾ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കുക്കിംഗ് വിശേഷവും കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാവിലെ ഒന്നും അല്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് സാറാക്ക് സ്കൂളും ഇക്കാക്ക് ഓഫീസും ഒന്നും ഇല്ലാത്ത ഒരു വീക്ക് ഡേയിൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും ദോശയും പിന്നെ എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ടുള്ള ചായയും, അതാണ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ദോശ ഓരോന്നോരോന്നായിട്ട് ചൂടോട് കൂടിയിട്ട് നമ്മൾ ചുട്ട് കഴിക്കുകയാണ്. ഇപ്പോൾ കാസ്ട്രോളിൽ അങ്ങനെ ദോശയും വെള്ളയപ്പവും അങ്ങനെ ചുട്ട് വെക്കലില്ല. നമുക്ക് വേണ്ടത് എണ്ണി ഡയറക്റ്റ് ചുട്ട് എടുത്ത് കഴിക്കൽ, അങ്ങനെയാണ് സംഭവം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ദോശ, ഇക്കാക്ക് ദോശ കുറച്ച് തിന്നായിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് തിന്നായിട്ടുള്ള ദോശയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ എനിക്ക് കുറച്ച് നമ്മുടെ ഈ തട്ടിൽക്കുട്ട് ദോശ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് കട്ടിയുള്ള തിക്കായിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനിതാ 2 ദോശ ചുടുകയാണ്. പിന്നെ തേങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത് വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ദോശയുടെ കൂടെ എന്നും ഫേവറേറ്റ് എന്ന് പറയുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറുള്ളപ്പോൾ എനിക്ക് ചമ്മന്തി അധികം നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് ദോശയും സാമ്പാറും ചൂട് ചായയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു എഗ്ഗ് ഓംലെറ്റും കൂടി റെഡിയാക്കി കഴിക്കാൻ തോന്നി. അപ്പോൾ രാവിലെ ഒരു എഗ്ഗ് ഓംലെറ്റ്, അപ്പോൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു ഡബിൾ ഓംലെറ്റാണ്. അപ്പോൾ ഓംലെറ്റും കൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് സാറ്റർഡേ വീക്ക് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഈദ് ഹോളിഡേയ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഡേ ആണ് ഈ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ്. സാധാരണ നമ്മൾ പുറത്തു പോകുന്ന ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ധൃതിയിൽ കഴിക്കുക, വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വളരെ ധൃതി വെച്ചിട്ടുള്ള ഒരു പുറത്തു പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ ഇന്നെന്ന് പറയുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ റിലാക്സ് ആയിട്ട്. കാര്യം വെച്ചാൽ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോകുന്നത് ഷാർജയിലെ ഒരു സൂവിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ ദുബായിൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു 38 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ദുബായിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടയേർഡാവും. പിന്നെ അതുമല്ല, സൂവിലും കാര്യങ്ങളിലും ഒക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഒന്ന് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡിയായി. ഒരു കപ്പ് ചൂട്, ഇപ്പം നല്ല പതപ്പിച്ച് ചൂട് ചായയും പിന്നെ 2 ദോശയും ഒരു എഗ്ഗ് ഓംലെറ്റും സാമ്പാറും. ഇതാണ് എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നമ്മളിന്ന് ഷാർജ സൂവിൽ, നമ്മുടെ ഈദ് ഹോളിഡേയ്സിൻ്റെ ഇടയിലുള്ള ദിവസങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സാറായിക്ക് കുറേ ദിവസമായിട്ട് പറയുമായിരുന്നു സൂവിൽ കൊണ്ടുപോകണം, ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കാണിക്കണം എന്ന് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരമൊക്കെ നമ്മൾ ഇന്ന് സൂവിലേക്ക്, അപ്പം നമ്മൾ ഷാർജ സൂവിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ നോർമൽ ഷാർജ സൂ ഉണ്ടല്ലോ, ഔട്ട്ഡോർ സൂ, അപ്പോൾ അവിടെ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്ന് പ്ലാൻ ചെയ്ത് അറിഞ്ഞപ്പോൾ ഇക്കാടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അതിലും നല്ല വേറൊരു സൂ പറഞ്ഞു തന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് നമ്മുടെ സൂവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒന്ന് ഇറങ്ങുന്നതും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ഷാർജയിലെ
ഒരു ഡെസേർട്ട് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേനും മക്കളെയൊക്കെ റെഡിയാക്കി നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഇക്ക പുറത്ത് വണ്ടി പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല ചൂടാണ്. ഒന്ന് എന്താണ് ടെമ്പറേച്ചർ ഒന്ന് ഒതുങ്ങണമെങ്കിൽ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ നല്ല ചൂടോട് കൂടിയിട്ട് 4 മണിയാണ്. അപ്പോൾ നല്ല ചൂടായിട്ട് നമ്മളിതാ വണ്ടിയിൽ കയറാൻ പോകണം. നല്ല ഒരു 38 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രിയുടെ അടുത്തുണ്ട്. അതാണ് പുറത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് വളരെ പെട്ടെന്നുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു. ഇനിയിപ്പം ചൂട് കൂടിക്കൂടിയായിരിക്കും വരുന്നത്. ദുബായിലെ അല്ലെങ്കിൽ UAE ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം അത്യാവശ്യം ചൂടിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മക്കളെയൊക്കെ റെഡിയാക്കി നമ്മൾ കയറി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് രാവിലെ കണ്ടത്. ഒരു 10:30-11 ഒക്കെ ആയപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഒരു 4:30 ഒക്കെ ആയി. അപ്പോൾ ലഞ്ച് നമ്മൾക്ക് ഇന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ കായിക്ക കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് നല്ല ചൂടും ചിക്കൻ ബർഗറും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈസും ഓറഞ്ച് ജ്യൂസും ഒക്കെയാണ് നമ്മൾ വണ്ടിയിൽ തന്നെ അവർ കൊണ്ടു തന്നു. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ബർഗറും അതുപോലെ തന്നെ ഫ്രൈസും ജ്യൂസും ഒക്കെ കുടിച്ചു. നല്ല പിന്നെ നമ്മൾ ബർഗർ എനിക്കും സാറാക്കും സ്പെഷ്യൽ ബർഗറാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ലീഫിയും അതുപോലെയുള്ള കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് പറയും. ഇക്ക നോർമൽ ബർഗറാണ് വാങ്ങിക്കുന്നത്. എനിക്കും സാറാക്കും ആ ഒരു ചിക്കൻ പാറ്റിയും അതുപോലെ തന്നെ ചീസും മയണൈസും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബർഗറാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഗറാണ് നമ്മൾ ലഞ്ചായിട്ട് കഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്, ഷുഗറൊന്നും ആഡ് ചെയ്യാതെ അതുപോലെ ഓറഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റിൽ തന്നെ അടിച്ചെടുത്ത നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. പിന്നെ അതിനുശേഷം നമ്മളിതാ വണ്ടിയിലിരുന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കൽ. അതിന് ശേഷം നമ്മൾ ഷാർജ പോവുകയാണ്. അപ്പോൾ ഷാർജ മോസ്കാണ് കാണിക്കുന്നത്. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, കുറേ കൂടെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഷാർജ ഡെസേർട്ട് പാർക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഷാർജ ഡെസേർട്ട് പാർക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷം ഒരുപാടുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഡെസേർട്ട് പാർക്കിൻ്റെ വിശേഷം ഷെയർ ചെയ്യുന്നതാവാം. ഇവിടെ അത്യാവശ്യം നമ്മൾ ബേർഡ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും അതുപോലെ തന്നെ സ്നേക്സ്, നമ്മുടെ ഇഴജന്തുക്കളുണ്ടല്ലോ, ഇഴജന്തുക്കളെയും എല്ലാവരെയും കണ്ടു. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഇൻഡോർ പാർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്റർ എന്നാണ് നമ്മുടെ ആ ഒരു ഷാർജ ഡെസേർട്ട് പാർക്കിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് നടന്ന് ഔട്ട്ഡോറിലുള്ള വിശേഷങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മൾ ഷാർജയിലെ അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. വളരെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സഫാരി മാളിൽ ചെറിയൊരു ഗ്രോസറി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാൻ ബീഫ് പുലാവ് കഴിക്കാനാണ് നമ്മൾ പോയത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. അപ്പോൾ ഇക്ക പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റി, വളരെ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മളിന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള ബീഫ് പുലാവ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബോണിൻ്റെ ഉള്ളിൽ ബോൺ മാരോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ കുത്തി പ്ലേറ്റിൽ തട്ടി ഉടച്ച് കഴിക്കണം. അപ്പോൾ ബീഫിൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ബീഫ് പീസസ് ഒക്കെ ആയിട്ട് ആ ഒരു ബോൺസിൻ്റെ അകത്തുനിന്ന് ബോൺമാരൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളി, വളരെ സൂപ്പർ ഡിലീഷ്യസ് ആയിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ ഈ ഒരു ബീഫ് പുലാവ് കഴിക്കാൻ പോകണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്രയും ടേസ്റ്റായിരുന്നു ഷാർജയിലെ
ഒരു റെസ്റ്റോറൻ്റാണ്, പാകിസ്ഥാൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും അതുപോലെ തന്നെ എൻ്റെ ഒരു വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ട്രാവൽ ഡേയും ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.